പ്രതിപക്ഷത്തിനെതിരെ നിയമസഭയിൽ നടത്തിയ പരാമർശങ്ങൾ പിൻവലിച്ച് പാർലമെന്ററി കാര്യമന്ത്രി എം.പി. രാജേഷും എം.എൽ.എ. ഡി.കെ. മുരളിയും. പ്രതിപക്ഷം ഗുണ്ടായിസം കാണിക്കുകയാണെന്നായിരുന്നു എം.പി. രാജേഷിന്റെ പരാമർശം. നബീൻ ബാബുവിനെ കൊന്നതാണെന്ന രാഹുൽ മങ്കൂട്ടത്തിന്റെ പരാമർശം സഭയിൽ ബഹളം സൃഷ്ടിച്ചു. ഇതിനിടെ സമയം കഴിഞ്ഞു എന്ന് കാണിച്ച് രാഹുലിന്റെ മൈക്ക് ഓഫാക്കിയതോടെ പ്രതിപക്ഷം നടത്തളത്തിലിറങ്ങി. ഇതിനിടെയായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. രാഹുലിന് മാനസിക വൈകല്യമാണെന്നായിരുന്നു ഡി.കെ. മുരളി പറഞ്ഞത്. രണ്ടു പരാമർശങ്ങളും സഭാരേഖകളിൽ ഉണ്ടാകരുതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിച്ചു. മന്ത്രിയും എം.എൽ.എയും പരാമർശങ്ങൾ പിൻവലിച്ചു. മന്ത്രിയുടേത് ഉദാത്ത നടപടിയെന്നായിരുന്നു സ്പീക്കറുടെ പ്രതികരണം. കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയോട് ഓർമ്മപ്പെടുത്തുകയാണ് സാർ, ആ ഉദ്യോഗസ്ഥനെ സാർ കൊന്നുകളഞ്ഞത്. സാർ ആ രംഗമെന്ന് ആലോചിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ സംസാരിച്ചു നിർത്തൂ സാർ. എനിക്ക് സംസാരിക്കാൻ സമയം തരണ്ടേ സാർ? ഞാൻ ഇടപെടുകയല്ലേ? കൊന്ന കേസിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവരെ സംരക്ഷിക്കാതെ ബഹുമാന്യനായ റവന്യൂ മന്ത്രിയോട് പറയാനായിട്ടുള്ളത്, അങ്ങ് വീട്ടിൽ പോയി കരയുന്നത് കേരളം കണ്ടതാണ്. അങ്ങ് കരയുന്നത് കേരളം കണ്ടതാണ്. അങ്ങയുടെ കണ്ണീരിനോട് നിരഞ്ജനയുടെയും നിരുപമയുടെയും പ്രേംകുമാർ അങ്ങേക്ക് അതെ കേക്കൂ ഞാൻ പറയുന്ന കേൾക്കൂ. ചെയറിനെ ഭീഷണിപ്പെടുത്തുന്നതും സമ്മർദ്ദത്തിലാക്കുന്നതും ഒരുതരം ഗുണ്ടായിസമാണ്. അത് ഈ സഭയിൽ അനുവദിക്കാവുന്നതല്ല. പിന്നെ ഇവിടെ പാലക്കാട് അംഗം ഞങ്ങളുടെ സമ്മേളനത്തെ കുറിച്ച് പറഞ്ഞു. കണ്ടുകൂടാത്ത ഒരാൾ കൊമ്പനാനയെ കണ്ടാൽ അത് മാനസിക വൈകൃതം കൂടി ഉള്ള ഒരു സമീപനമാണ് എങ്കിൽ പലതും വൈകൃതമായി തോന്നും. അത് മനസ്സിന്റെ കുഴപ്പമാണ്. ആ സംസാരിച്ച അംഗത്തിന് മാനസിക വൈകൃതമാണെന്നാണ് പറയുന്നത്. അങ്ങത് ചട്ടവും ക്രമവും പാലിക്കാത്ത ഒരു പദങ്ങളും സഭാരേഖയിൽ ഉണ്ടാവുന്നല്ല. ഞാൻ അങ്ങനെ അത് പിൻവലിക്കാനും ഞാൻ തയ്യാറാണ്.